തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. സത്യപ്രതിജ്ഞയ്ക്കായി താൽക്കാലിക മോചനം ആവശ്യപ്പെട്ടാണ് സുഗതന്റെ ഹർജി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത വകുപ്പുകളെല്ലാം ചുമത്തി, കാപ്പ കേസൊക്കെ ചുമത്തി അകത്താക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു കേസ് വരുന്നത്. സത്യപ്രതിജ്ഞ ചെയ്തത്, ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തു, അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഒരു കോടതി ഉത്തരവ് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ ഉൾപ്പെട്ട ഒരാളാണ് സുഗതൻ. പക്ഷേ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ആ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായി അത് ജയിലിൽ വെച്ച് ആ നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് ഇന്ന് കോടതിയെ അറിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകുമോ? സുഗതൻ്റെ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ചൊരു തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ രേഷ്മ? വിനോദ്, രാഖി, ഇന്നൊരു തീരുമാനം ഉണ്ടായേക്കും. കാരണം നാളെയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് തനിക്ക് താൽക്കാലിക മോചനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ. സുഗതൻ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അത് പ്രാഥമികമായിട്ട് അന്ന് തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും സർക്കാരിനോട് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ പക്ഷേ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് യാതൊരു കാരണവശാലും ഈ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ തുടരുന്ന സുഗതനെ പുറത്തു വിടരുത്, മോചിപ്പിക്കരുത് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ സ്വീകരിച്ചത്. പക്ഷേ അപ്പോഴാണ് ഹൈക്കോടതി മറ്റൊരു കാര്യം ചോദിച്ചത്. അതായത് സുഗതന് ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ? ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാട്? ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ വ്യക്തമാക്കേണ്ടത്. സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സാധ്യമാണോ? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കും. കാരണം ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ഹൈക്കോടതി ബെഞ്ചിന്റെ നിർദ്ദേശമാണ് ഈ പുതിയതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളത്. ബാക്കിയുള്ള ബി.ജെ.പി. കൗൺസിലർമാരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. സുഗതൻ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിലായതുകൊണ്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അവരോടൊപ്പം. അതുകൊണ്ടാണ് നാളത്തേക്ക് ഒരു തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ സുഗതൻ ഈ കാപ്പ ചുമത്തുവാൻ ആധാരമായിട്ടുള്ള 2 കേസുകളിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം, ഒരു ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ കൂടി അനുമതി വേണം. കാരണം കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ തുടരുകയാണെങ്കിൽ താൽക്കാലിക മോചനം ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് വേണം ഈ ഒരു കാര്യത്തിൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ. അതുകൊണ്ട് ഇന്ന് സുഗതനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം ഈ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്, അത് വിനിയോഗിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല, നെടുമങ്ങാട് കോടതിയും അത് നേരത്തെ ആ ഉത്തരവിൽ, അതായത് ഒരു ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഭരണഘടന അനുശാസിക്കുന്ന ആ അവകാശം മുൻനിർത്തി കൊണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് അത് അംഗീകരിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് എന്നുള്ളതായിരുന്നു കീഴ്ക്കോടതിയുടെ ആ പ്രസക്തമായിട്ടുള്ള നിരീക്ഷണം. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ സുഗതന്റെ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. സുഗതൻ മറ്റ് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതായത് ഈ ഒരു വിഷയം, പുതിയതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ വന്നതിന് തൊട്ട് പിന്നാലെ സർക്കാർ അല്ലെങ്കിൽ മറ്റ് അധികൃതർ ഇവരോടൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് തനിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ യാതൊരുവിധ അനുകൂല സമീപനമോ അല്ലെങ്കിൽ നടപടിയോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ തന്റെ സത്യപ്രതിജ്ഞ തടയുവാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞ ചെയ്യാത്ത പക്ഷം അത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമായിട്ട് കണക്കാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിൽ തനിക്ക് താൽക്കാലിക മോചനം നൽകിക്കൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നുള്ളതാണ് സുഗതൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. എന്തായാലും ഈ സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസൃതമായിട്ടായിരിക്കും ഹൈക്കോടതിയുടെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ സുഗതനെതിരായ നീക്കം അല്ലെങ്കിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരായ നീക്കം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇടത് വലത് മുന്നണികൾ നടത്തിയത് എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം വീഴ്ത്തുക അല്ലേ? ഒരു കോടതി ഉത്തരവ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഒരു കോടതി ഉത്തരവ്. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആൾ ജയിലിലാണ്.
അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായി തനിക്ക് താൽക്കാലിക മോചനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വളരെ പ്രസക്തമാണ് അല്ലേ? എന്താണ് നിലപാട്? തീർച്ചയായും. എന്തായാലും ഈ ഹൈക്കോടതിയിൽ നിന്നൊരു സുപ്രധാനമായ ഉത്തരവർ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതായത് എങ്ങനെയെങ്കിലും മറ്റ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി കോടതി. അതിന് വേണ്ടിയിട്ട് അതായത് ഇവരെ അയോഗ്യരാക്കാൻ പറ്റില്ല, കൃത്യമായ ഒരു സമയം അനുവദിച്ചു നൽകി, അതിനുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതനുസരിച്ച് ഉടൻ തന്നെ അവർ വെറും 6 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ആ ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടാക്കി മാറ്റുകയാണ് ആർ സുഗതനെ, അല്ലേ? അതെ, LDFും UDFും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് സർക്കാർ ഇതിനെ അനുകൂലിക്കാനുള്ള സാധ്യതയില്ല. സുഗതന്റെ സത്യപ്രതിജ്ഞ ഏതെങ്കിലും വിധത്തിൽ തടയാനുള്ളൊരു നീക്കമായിരിക്കും സർക്കാർ നടത്തുക. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമൊന്നുണ്ടാകും. കാരണം വേറൊരു കോടതി ഉത്തരവുണ്ടല്ലോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളത്. ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യും? അതുകൊണ്ട് എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ നീതിക്ക് ഉതകുന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബുവാണ്.